എട്ടാന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിറ്റുകൊണ്ട സമയം കഴിഞ്ഞു പോയത്. അതായത് ഇങ്ങനൊരു ഏപ്രിലോ എന്തൊക്കെ അഭിനയിക്കുന്നില്ല. ഇപ്പൊ കൊച്ചു പിള്ളേരൊക്കെയാണ് ഇപ്പം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേരാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ട് ഇങ്ങനെയുള്ളത് കാണുന്നതുകൊണ്ട് എൻ്റെ ഒരു ബ്രദറാണ് സത്യം പറഞ്ഞാൽ സ്ഥലം മേടിക്കാൻ വന്നത്. അവർ പറഞ്ഞു ആ സ്ഥലം നമുക്ക് വേണ്ട. ഈ തള്ള കാരണം പാവ അച്ഛൻ്റെ സ്ഥലം പോലും വിറ്റ് പോകുന്നില്ല. അത് കാണാൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതാണ് സ്ഥലം എന്ന് പറയുമ്പം ആൾക്കാർ പറയുന്നത് ആ പടത്തിൽ അഭിനയിക്കുന്ന ആ സ്ത്രീയുള്ള സ്ഥലമല്ലേ അവിടെ വേണ്ടാന്ന്. കാരണം ഇവർ അമ്മാതിരി തോന്നിയ മാസമല്ലേ ആൽബത്തിൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടുന്നത്. ആൽബം അല്ല പടം എന്നാണ് ഇപ്പോൾ ആൾക്കാർ ഇവരെ കാണിക്കുന്ന ഈ പേക്കൂത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഈ തള്ളയ്ക്കടെ തലയിൽ കയറത്തില്ല. ഈ തള്ള ഇന്ന് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ കേൾപ്പിച്ചു തരാം. ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വരുന്നുണ്ട്. എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എത്ര വിവാദം വന്നാലും നമുക്ക് ഒരാളെങ്കിലും കാണും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്. എന്റെ കരീഷ്മ തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അവൾ എനിക്ക് നല്ല എന്റെ മാനേജർ നല്ല ധൈര്യം എനിക്ക് തരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ. അതുപോലെ എന്റെ സ്വന്തം ചേച്ചി, അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ എന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി അവർ കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് ഹാപ്പിയാണ് ഞാൻ. എന്നെ വെച്ചിട്ട് മോശം അവസ്ഥയല്ലല്ലോ അവർക്കുണ്ടാകുന്നത്. കരീഷ്മയോ? അപ്പൊ സജീന എവിടെ പോയി? തേച്ചാ? നിന്റെ കയ്യിലിരിപ്പ് കാരണം സജിനേനെ ആ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ നീ സജിനേനെ തേച്ചാ? നിന്നെ വെച്ച് വീഡിയോ ചെയ്ത് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നു. ശരി അമ്മച്ചി, സമ്മതിക്കുന്നു. അപ്പം നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? നാട്ടുകാർ സംഭാവനയായി തന്ന വീട്ടിൽ കയറി, നാട്ടുകാർ തന്ന ഫെയിമിൽ കയറി നിങ്ങൾ ജീവിക്കുന്നു. അതിൽ കുഴപ്പമില്ല. നാട്ടുകാർ വെച്ച് തന്ന വീട്ടിൽ കയറി താമസിക്കുന്നതിൽ ഒരു ഒളുപ്പില്ല. നാട്ടുകാരുണ്ടാക്കി തന്ന ഫെയിമിൽ ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു നാണക്കേടും ഇല്ല. എന്തോന്നിത്? അമ്മച്ചി ഇപ്പോഴും ഈ ഫെയിമിൽ നിൽക്കുന്ന ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അമ്മച്ചി എന്നിത് നിർത്തുന്നു. അന്ന് തീർന്നു അമ്മച്ചിയുടെ ഈ ഫെയിമും കോപ്പൊക്കെ. അത് ആദ്യം അമ്മച്ചി ഒന്ന് മനസ്സിലാക്കണം. അമ്മച്ചി യൂട്യൂബേഴ്സ് കാരണം മാത്രമാണ്, അല്ലാണ്ട് നിങ്ങളുടെ അപ്പൻ തങ്കച്ചൻ കാരണവും അല്ല കേട്ടാ. തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി എന്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ ആരോഗ്യം ഇല്ലാത്ത. അതാണ് അമ്മച്ചിക്ക് തൊഴിലുറപ്പിന് പോകാനുള്ള ആരോഗ്യമൊന്നുമില്ല, അഴിഞ്ഞാട്ടം നടത്താനുള്ള ആരോഗ്യം അമ്മച്ചിക്കുണ്ട്. അത് മാത്രമേ ഉള്ളൂ. തൊഴിലുറപ്പൊക്കെ മാന്യമായിട്ടുള്ള പണിയാണല്ലോ. അതൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ദഹിക്കത്തില്ല. ഇവിടെ ഹാർട്ടിന് ഇഷ്യൂ ഉള്ള ആൾക്കാരോടൊക്കെ തൊഴിലുറപ്പിന് പോയി പൈസ ഉണ്ടാക്കണം, അത് പറ്റത്തില്ല എന്ന് പോലും. എന്നിട്ടാണ് ആരോഗ്യമില്ല. കൈക്കും കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. മേക്കപ്പ് ഇടാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ തൊഴിലുറപ്പിന് പോയാലേ? പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കുന്നു. പിന്നെ കുറ്റം പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്നെ വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നതല്ലേ. റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം എന്നെ വെച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവും എന്നെ ഇട്ട് വാരി ഇറക്കി കഴിഞ്ഞാൽ ഇപ്പൊ മുഴുവനതാകും. മുക്കിലും മൂലയിലും അല്ല രേണുസുധിയുടെ നെഗറ്റീവ് കണ്ടന്റ് ഇങ്ങനെ പൊങ്ങി ഓരോരുത്തർ അതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനെന്തിനാ അവർക്കൊരു വ്യൂസ് കൊടുക്കുന്നത്? അങ്ങനെ പറയില്ലേ. നിങ്ങളുടെ വ്യൂ കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ. എന്തോ നമ്മച്ചി പോതാളെ. ഇവർക്ക് സ്ഥലം കൊടുത്ത ആ ബിഷപ്പ് ഉണ്ടല്ലോ, ആ ബിഷപ്പിൻ്റെ സ്ഥലം മേടിക്കാൻ വരുന്ന ചില ആൾക്കാർ ഇവരോട്, അതായത് ആ ബ്രോക്കറാണെന്ന് തോന്നുന്നു, അയാളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് കേൾക്കാം. ആ എട്ടാന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിറ്റുകൊണ്ട സമയം കഴിഞ്ഞു പോയത്. അതായത് ഇങ്ങനൊരു ഏപ്രിലോ എന്തൊക്കെ അഭിനയിക്കുന്നില്ല. ഇപ്പൊ കൊച്ചു പിള്ളേരൊക്കെയാണ് ഇപ്പം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേരാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ട് ഇങ്ങനെയുള്ളത് കാണുന്നതുകൊണ്ട് എൻ്റെ ഒരു ബ്രദറാണ് സത്യം പറഞ്ഞാൽ സ്ഥലം മേടിക്കാൻ വന്നത്. അവർ പറഞ്ഞു ആ സ്ഥലം നമുക്ക് വേണ്ട. അതായത് നല്ലൊരു അവിടെ നമ്മളെവിടെ ജീവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുന്ന സ്ഥലം നല്ല പേരായിരിക്കണമല്ലോ. അതായത് ഇങ്ങനൊരു സ്ഥലത്തോട് വേണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്തുമാത്രം പൈസ മുടക്കി നാടകം പൈസ മുടക്കി അത്രയും സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിറ്റുകൊണ്ട സമയം കഴിഞ്ഞു സത്യം പറഞ്ഞു. എവിടെ അവിടെ നിന്ന് കോട്ടയം പോവാം, ചങ്ങനാശ്ശേരി പോവാം, തിരുവല്ല പോവാം, ഏതൊക്കെ സ്ഥലത്തോട്ട് പോവാം. നല്ല സെൻട്രൽ കിടന്ന സ്ഥലമാണ്. അത് വിറ്റുകൊണ്ട സമയം കഴിഞ്ഞു പോയത്. പക്ഷേ ഇങ്ങനെ ഇപ്പം എല്ലാവരും പറഞ്ഞാൽ ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ആ ഏരിയയിൽ നമുക്ക് കൊണ്ടുവന്നു. എന്നുവെച്ചാൽ അവിടെ മൊത്തം ഈ സിനിമ സീരിയൽ അഭിനയിക്കാൻ ഏപ്പടം അഭിനയിക്കാനൊക്കെ വരുന്ന ആൾക്കാരാണ്. കേട്ടല്ലോ, ഏപ്പടം അഭിനയിക്കാൻ വരുന്ന ആൾക്കാരാണ്. ഈ തള്ള കാണിച്ചു കൂട്ടുന്ന കാണുമ്പോൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ ആൾക്കാർ പറയും അമ്മാതിരി കാട്ടിക്കൂട്ടലാണ് 3 എണ്ണങ്ങളുടെ നടുവിൽ കയറി നിന്നിട്ട് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് പൊള്ളു. നിങ്ങൾക്ക് പൊള്ളിയാൽ എനിക്കൊരു കോപ്പുമില്ല. കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ചുമ്മാ എന്നെ ചൊറിയാൻ വരരുത്. ഉള്ള കാര്യമാണ് പറയുന്നത്. ഈ ഒരു പിശാചിന് കുറച്ച് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ കേൾക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. അങ്ങേർക്ക് ഭാര്യയും മക്കളും വരെ ഉണ്ടെന്ന് വരെ ഇവരുടെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പിശാചെന്നൊന്നും പറഞ്ഞാൽ പോരാ, മറ്റേ എന്തോ പറയാറുണ്ടല്ലോ, മറുതയോ മൂദേവിയോ എന്തോ
അതുപോലൊരു സാധനമാണ് ഈ രേണുസുതി എന്ന് പറയുന്നത്. ഇവരാ സ്ഥലത്ത് പോയി തീർന്ന് എപ്പോൾ ആ ഒരു ഏരിയയിൽ കാലെടുത്തു കുത്തിയോ അതോടെ ആ ഏരിയയിലുള്ള ആൾക്കാരുടെ സമാധാനം പോയി കിട്ടി. ആ ഫ്ലവേഴ്സ് അവർക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. പ്രശ്നം മൊത്തം ആർക്കാ? ഈ അച്ഛന്. അവരുടെ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, അങ്ങേർക്ക് അവിടെ മനസ്സമാധാനമില്ല, അങ്ങേർക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഈ തള്ള അവിടെ കാണിച്ചു കൂട്ടുന്ന അമ്മാതിരി വൃത്തികേടുകളല്ലേ. സ്വന്തം പ്രോപ്പർട്ടി പോലെയാണ് കാറും മറ്റതൊക്കെ കൊണ്ടുവന്നിട്ട് ഈ അച്ഛൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് അങ്ങ് കയറ്റി വെക്കുന്നത്. സ്വന്തമായിട്ട് വീടുണ്ടല്ലോ, ആ വീട്ടിൻ്റെ അകത്ത് ഇത് കയറ്റാനുള്ള സ്ഥലം ഉണ്ടല്ലോ, എന്തുകൊണ്ട് കയറ്റുന്നില്ല? അപ്പോഴേക്കെങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ ആ ഫാദറിനെ സമ്മതിക്കണം. കാരണം പുള്ളിയായിട്ടാ പുള്ളി ഒന്നും ഉണ്ടായിരിക്കും. അല്ല, വിഷമങ്ങൾ പറയുന്നത് നല്ലതായി. അതായത് ആ അച്ഛനെ ദ്രോഹിക്കുകയാണ്. അതായത് അവിടെയുള്ള ജനങ്ങൾ മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ട് വെച്ചാൽ ആ സുധീർ ഒരു പേര് വെച്ചാണ് ആരും മിണ്ടാതിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫാദർ എന്ന് പറഞ്ഞാൽ ഈ ഫാദറിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒന്നത്. രണ്ടാമത് ഇവർ താമസിച്ചിട്ട് ആരും കിട്ടുന്നില്ല. ഇവർ കാണിക്കുന്ന എന്നാ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലാവരും. ഇവർ കാണിക്കുന്ന അതായത് നമ്മുടെ ജനങ്ങളെ മൊത്തത്തിൽ എന്നാ ഒരു വീട്ടിൽ ഒരു പെങ്കച്ചുള്ളവൻ ഒരു ആങ്കച്ചുള്ളവൻ ഈ നമ്മളെല്ലാവരും വീടുകളിൽ താമസിക്കുന്നവരാണ്. ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവരുടെ വീഡിയോ കണ്ടോ, നല്ല വീഡിയോ നല്ല ലൈക്കും കാര്യങ്ങളും കൊടുക്കും. ഇവരിപ്പം കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാണ് ആ അച്ഛൻ്റെ സ്ഥലം വിറ്റ് പോകാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണ്. അച്ഛൻ ഒരിക്കലും അവിടെ സ്ഥലം വിറ്റ് പോകരുത്. അതായത് സ്ഥലം അച്ഛൻ കൊടുത്തുപോയി, അതാണ് പറ്റിപ്പോയത്. ഞാൻ വേറൊന്നുമല്ല, വേറൊന്നും പറയുന്നില്ല, ഒരു ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അല്ല, ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞോട്ടോ, വേറൊന്നും തോന്നുന്നില്ല. അതായത് ആ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു സ്ഥലം കൊടുത്തതാണ് തെറ്റായിപ്പോയത്, ഏറ്റവും തെറ്റായിപ്പോയത്. സത്യം, ആ സ്ഥലം കൊടുത്തതാണ് അച്ഛൻ ആകെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വേറെ ഓരോ പാപവും ചെയ്തിട്ടില്ല, ആകെ ചെയ്തൊരു പാപം. അതായത് ആ സ്ഥലം കൊടുക്കല്ലായിരുന്നു, ഒരിക്കലും കൊടുക്കലായിരുന്നു. പക്ഷെ അന്നത്തെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, പുള്ളി നവോർത്തി മരിച്ചു, പിന്നെ ഇങ്ങനെ കോളേജിൽ താമസിക്കുന്നു, അവിടെ നിന്ന് വാടകയിലാണ് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് ഞാൻ കണ്ടോ ഫേസ്ബുക്കിലുള്ള കേൾപ്പില്ല, ഞാൻ കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവര് പ്രൊഫൈൽസും എല്ലാം കൂടെ കൂടി അച്ഛനെ വന്ന് തന്നു. അച്ഛന്റെ മനസ്സാക്ഷി അച്ഛൻ സ്ഥലം കൊടുത്തു. ഇപ്പൊ ആകെ ഇപ്പം ഉദരവായി പോയിരിക്കുന്നു. അച്ഛന്റെ ആ ഒരൊറ്റ സ്ഥലം പോലും വിറ്റ് പോകില്ല, അതാണ് ഇവർ നോക്കുന്നത്. ഇപ്പോൾ ആ സ്ഥലം അവിടെ നിന്ന് വിറ്റ് പോയി കഴിഞ്ഞാൽ ഇവരെന്തായാലും കാണിച്ചു. നമ്മളതിനകത്തൊന്നും ഞാൻ പറഞ്ഞില്ല. അച്ഛനെ പറ്റിപ്പോയെന്ന് വെച്ചാൽ ആ സ്ഥലം കൊടുത്തുപോയി, അതാണ് ഏറ്റവും പറ്റിയ കുഴപ്പം. എത്ര ആൾക്കാർ സ്ഥലം വിളിക്കാൻ വരുന്നുണ്ട്, പക്ഷെ എത്ര പേര് അച്ഛനെ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു അച്ഛൻ്റെ ഒരു കസിനാണ്, പറഞ്ഞാൽ എന്നെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഇന്ന സ്ഥലമാണ് നമ്മളെല്ലാം അതെല്ലാം കൊടുക്കുന്നുണ്ട്. അയ്യോ ഇങ്ങനെ ഇവർ താമസിക്കുന്ന സ്ഥലമാണ് വേണം നമ്മൾ. വേറൊന്നും അല്ല വെച്ചാൽ ഇവരവിടെ കാണിക്കുന്ന കാട്ടായങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ കാണുന്നുള്ളൂ. ഇവർ കാണിക്കുന്നതൊക്കെ നമുക്ക് ഒരു പെങ്കൊച്ചുള്ള വീട്ടിൽ ഇവർ ഇങ്ങനെ കാണിക്കാൻ കുഴപ്പമില്ല. ഇവരിപ്പോൾ ഇവർക്ക് ഒരു ആങ്കൊച്ചു പൈസ കുറേ വാങ്ങിക്കൂട്ടുന്നില്ലേ? ഇറങ്ങി പൊക്കോടേതാണുള്ള ഒരു വീട് വെച്ചിട്ട്. എന്തിനാ അവിടെ നാട്ടുകാർ തന്ന സ്ഥലത്ത് ആ അച്ഛൻ തന്ന നാട്ടുകാർ വെച്ച് തന്ന വീട്ടിൽ ആ അച്ഛൻ തന്ന സ്ഥലത്ത് ആ അച്ഛനെ ഉപദ്രവമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നേ? ഇറങ്ങിപ്പോതള്ളേ, അതാ നല്ലത്. ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. ഇറങ്ങിപ്പോ. അതും ചെയ്യത്തില്ല, നാട്ടുകാരുടെ മൊത്തം കുറ്റവും പറയണം. ആ അച്ഛനെ പറയാൻ ബാക്കിയൊന്നുമില്ല, വിശപ്പാമ്പ്. എന്നിട്ട് അങ്ങേര് കൊടുത്ത സ്ഥലത്ത് തന്നെ ഒരു ഒളിപ്പില്ലാണ്ട് കയറി ജീവിക്കുക. കഷ്ടം.